പ്രഭാതഭേരി. നമ്മുടെ കാൽച്ചുവട്ടിലെ ജലനിരപ്പ് ആശങ്കാജനകമാം വിധം കുറയുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി വിരൽ ചൂണ്ടുന്നത്. സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിതാനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തൃശൂർ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. തുറന്ന കിണറുകളിലും കുഴൽക്കിണറുകളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം? ജലസ്രോതസ്സുകൾ എങ്ങനെ സംരക്ഷിക്കാം? കേരളത്തിൽ ഇപ്രാവശ്യം കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ജലഗവേഷണ കേന്ദ്രം ഹൈഡ്രോളജി ആൻഡ് ക്ലൈമറ്റോളജി റിസർച്ച് ഗ്രൂപ്പിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സിബി പ്രിജു. വേനൽമഴയിൽ കാര്യമായ കുറവുണ്ടാവുകയും എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി കൂടിയ ചൂട് അനുഭവപ്പെടുകയും 1 മുതൽ 2 ഡിഗ്രി ചൂട് കൂടുതലായിട്ട് പലയിടങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി തുലാവർഷം, വേനൽമഴ എന്നീ മൺസൂൺ കൂടാതെ ഉള്ള മഴ കാര്യമായി ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ കാര്യമായ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ പ്രാവശ്യം വേനൽമഴയുടെ കാര്യമായ കുറവ് കാരണം പല ജലാശയങ്ങളും നദികളും മറ്റുള്ള ജലസ്രോതസ്സുകളും വറ്റി വരളുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണവും നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ 2 മേഖലകളാണ്. ഇതിൽ പാലക്കാടും കാസർഗോഡും മേഖലയിലെ മലമ്പുഴ, ചിറ്റൂർ കൂടാതെ കാസർഗോഡ് ബ്ലോക്കുകളിലാണ് ഭൂഗർഭജലത്തിന്റെ വിതാനം കുറഞ്ഞു പോയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മഴയുടെ ശരാശരി അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് ഭൂഗർഭജലത്തെ ഗണ്യമായ തോതിൽ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം, കുഴൽക്കിണറുകളുടെ അമിതമായ ആധിക്യം തുടങ്ങിയ പല മേഖലകളിലും കാണപ്പെടുന്നു. കേരളത്തിലെ അക്വിഫറുകളെ 3ആയി നമുക്ക് തരംതിരിക്കാം. 1 ഫ്രിയാറ്റിക് അക്വിഫർ അല്ലെങ്കിൽ അൺകൺഫൈൻഡ് അക്വിഫർ, 2 കൺഫൈൻഡ് അക്വിഫർ, 3 സെമി കൺഫൈൻഡ് അക്വിഫർ. ഇതിൽ തുറന്ന കിണറുകൾ മിക്കവാറും എല്ലാം അൺകൺഫൈൻഡ് അക്വിഫറിൽ നിന്നാണ് ജലമെടുക്കുന്നത്. കൂടാതെ കൺഫൈൻഡ് അക്വിഫറുകൾ കാണപ്പെടുന്നത് വളരെ ആഴത്തിലാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം തുടങ്ങിയ തീരമേഖലയിലെ ട്യൂബ്വെല്ലുകളും പാലക്കാട് അല്ലെങ്കിൽ കാസർഗോഡ് അങ്ങനെ നമ്മുടെ ഹാർഡ് റോക്ക് അക്വിഫറുകൾ, കൂടുതൽ ആഴത്തിലുള്ള ഹാർഡ് റോക്ക് അക്വിഫറുകളും ഇതിൽ നിന്ന് ആണ് വെള്ളം ടാപ്പ് ചെയ്യുന്നത്. കൂടാതെ നമുക്കുള്ളത് സെമി കൺഫൈൻഡ് അക്വിഫർ. പലയിടങ്ങളിലും ബോർവെല്ലുകൾ പമ്പ് ചെയ്യുമ്പോൾ താഴെയുള്ള അക്വിഫറിൽ മേലെയുള്ള അക്വിഫറുമായിട്ട് കണക്ഷൻ വരുന്നത് അതിനെ സെമി കൺഫൈൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇതിനാലാണ് പലപ്പോഴും കൂടുതൽ കുഴൽക്കിണറുകൾ വരുമ്പോൾ പ്രദേശത്തെ തുറസായ കിണറുകൾ വറ്റാനിടയാകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് CGWBയുടെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മഴയുടെ കുറവും കൂടാതെ ഭൂപ്രകൃതിയിലുള്ള പല മാറ്റങ്ങളും ഇതിൽ ഒരു ഘടകമാണ്. കേരള സർവകലാശാല ജിയോളജി പഠന വകുപ്പ് പ്രൊഫസർ ഡോക്ടർ ഇ ഷാജി. ഈ ബോർവെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മേൽമണ്ണിന് താഴെയുള്ള കട്ടി കൂടിയ പാറയിലുള്ള പൊട്ടലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂജലത്തെ എടുക്കാനുള്ള ഒരു കിണറാണ്. അതിനെയാണ് കുഴൽക്കിണർ എന്ന് പറയുന്നത്. അത് കട്ടി കൂടിയ പാറ ഉള്ള സ്ഥലത്ത് അടിക്കുന്ന കുഴൽക്കിണറിനെയാണ് ബോർവെൽ എന്ന് പറയുന്നത്. എന്നാൽ അവസാദ ശിലകളുള്ള തീരപ്രദേശത്തൊക്കെ അടിക്കുമ്പോൾ അതിനെ ട്യൂബ്വെൽ എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്രമാതീതമായിട്ട് ഭൂജലം ബോർവെല്ലിൽ കൂടെ എടുക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ ഭൂജല വിതാനം താഴുകയും അതോടൊപ്പം തന്നെ ഭൂജലം കുറയുകയും ചെയ്യുന്നുള്ളൊരു ആശങ്ക എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവെന്ന് പറയുന്നത്, നമുക്ക് ഭൂജലം എടുക്കാവുന്ന ഒരു സ്രോതസ്സാണ്. കാരണം അത് അടുത്ത മഴ പെയ്യുമ്പോൾ ഈ ഭൂജലം വീണ്ടും പരിപോഷിക്കപ്പെടുന്നു. അഥവാ റീചാർജിലൂടെ ഭൂജലം വീണ്ടും പഴയ നിരപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത് സാധാരണ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭൂപ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ലാൻഡ് യൂസ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഭൂജലത്തിന്റെ റീചാർജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 54 ലക്ഷം തുറന്ന കിണറുകളുണ്ട്. ആ കിണറുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വെള്ളവുമുണ്ട്. പക്ഷെ അത് മോശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ബോർവെല്ലുകൾ അടിക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര ബോർവെല്ലാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ ഭൂജലം എടുക്കുന്നത് കൊണ്ട് ജലവിധാനം താരില്ല. പക്ഷേ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ബോർവെല്ലുകൾ അടിക്കുകയും അതിൽ കൂടെ നിങ്ങൾ നിരന്തരം പമ്പ് ചെയ്യുകയും ചെയ്താൽ കേരളത്തിലെ ഭൂജലവിധാനം
താരും ഭൂജലത്തിന്റെ ലഭ്യത കുറയും. കാരണം ഈ പാറ പൊട്ടലുകൾ എന്ന് പറയുന്ന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭൂമിയുടെ അടിയിലുള്ള പാറയുടെ പൊട്ടലുകൾ മേൽമണ്ണുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഹൈഡ്രോളിക് കണക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അമിതമായി നമ്മൾ ബോർവെല്ലുകൾ കുഴിക്കുകയും അതിൽ കൂടെ ഭൂജലം എടുത്താൽ ഭൂമിയുടെ മേൽമണ്ണിലുള്ള വാട്ടർ ടേബിൾ അഥവാ ഭൂജല വിതാനം താരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭൂജലം ബോർവെല്ലിലൂടെ എടുക്കുന്നത് കൺട്രോൾ ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോർവെല്ലിൽ കൂടെ കിട്ടുന്നത്. ഒരു 1000 ലിറ്റർ പെർ ഡേ ഒക്കെ കിട്ടത്തുള്ളൂ. ചില പാലക്കാടൊക്കെ നല്ല ഹൈ ഈൽഡിങ് ബോർവെൽ ഉണ്ട്, ചില പ്രദേശത്ത് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബോർവെല്ലുകളുടെ കൂടെ എടുക്കുന്ന വെള്ളം കൊണ്ട് ക്രമാതീതമായി ഭൂജല വിതാനം താരുന്നില്ല. പക്ഷെ ഭാവിയിൽ അതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു ഇതായി മാറാൻ സാധ്യതയുണ്ട്. തുറന്ന കിണറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ഇനി ബോർവെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ബോർവെൽ അടിക്കാവൂ. കാരണം അതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, അതിൽ പമ്പ് സെറ്റിന്റെ ആവശ്യമുണ്ട്, ടാങ്കിന്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഭൂജലത്തിന്റെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പരിധിയിൽ കൂടുതൽ ബോർവെല്ലുകൾ കേരളത്തിൽ ഇനി കുഴിക്കുന്നത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരള വാട്ടർ അതോറിറ്റി മുൻ ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി. കേരളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് വെള്ളം അനന്തമാണെന്ന് കരുതാൻ പാടില്ല. കാലാവസ്ഥാ വ്യതിയാനം, ക്രമരഹിതമായ നഗരവൽക്കരണം, കുന്നുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കൽ, കോൺക്രീറ്റ് മൂടിയ മുറ്റങ്ങൾ, മഴവെള്ളം മണ്ണിലേക്ക് കടക്കാത്ത സാഹചര്യം ഇവയെല്ലാം നമ്മുടെ പുഴകളെയും കിണറുകളെയും ഭൂഗർഭജല സ്രോതസ്സുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു. അതേസമയം നമ്മുടെ ജീവിത ശൈലിയും മാറിയിരിക്കുന്നു. വാഷിംഗ് മെഷീൻ, കാർ ബൈക്ക് കഴുകൽ, ഗാർഡനിങ്, ബാത്റൂമുകൾ, കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ ഇവയെല്ലാം ഇന്ന് സാധാരണമാണ്. സൗകര്യങ്ങൾ തെറ്റല്ല, പക്ഷേ സൗകര്യങ്ങൾ കൂടുമ്പോൾ ജലബോധവും ഉത്തരവാദിത്വവും കൂടണം. വീട്ടിലെ ടാപ്പിലെത്തുന്ന 1 ലിറ്റർ വെള്ളത്തിന് പിന്നിൽ മഴ, നദി, കിണർ, പമ്പിങ്, ശുദ്ധീകരണം, വൈദ്യുതി പൈപ്പ് ലൈൻ, മനുഷ്യ പരിശ്രമം, ഇത്രയും ഘടകങ്ങൾ ഉണ്ട്. അതിനാൽ വെള്ളം ഒരു സാധാരണ വസ്തുവല്ല, അത് പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും വിലപ്പെട്ട സമ്പത്താണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലീക്കേജ് നിയന്ത്രണമാണ്. ഒരു ചെറിയ ടാപ്പ് ചോർച്ച പോലും ദിവസേന പല ലിറ്റർ വെള്ളം പാഴാക്കും. ഫ്ലഷ് ടാങ്ക് ചോർച്ച പലപ്പോഴും കാണാതെ പോകും. മാസത്തിൽ ഒരിക്കൽ ടാപ്പുകൾ, ഫ്ലഷുകൾ, വാൾവുകൾ, ഓവർഹെഡ് ടാങ്ക് എന്നിവ പരിശോധിക്കണം. ജലബിൽ പെട്ടെന്ന് കൂടിയാൽ അത് ചോർച്ചയുടെ മുന്നറിയിപ്പായും കാണണം. രണ്ടാമതായി, വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പല്ല് തേക്കുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്നു വെക്കരുത്. ഷവറിന് പകരം ബക്കറ്റ് ഉപയോഗിക്കുന്നത് പലപ്പോഴും വെള്ളം ലാഭിക്കും. വാഷിംഗ് മെഷീൻ പൂർണ്ണ ലോഡിൽ മാത്രം പ്രവർത്തിപ്പിക്കുക. വാഹനം കഴുകുമ്പോൾ പൈപ്പ് തുറന്നു വെക്കാതെ ബക്കറ്റും തുണിയും ഉപയോഗിക്കുക. കഴിയുന്നതും നമ്മൾ വാഹനം കഴുകാൻ കുടിവെള്ളം ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമതായി, തോട്ടപ്പണിയിലും ജലബോധം വളരെ അത്യാവശ്യമാണ്. ചെടികൾക്ക് രാവിലെ നേരത്തെയോ വൈകുന്നേരമോ വെള്ളം കൊടുക്കുക. ഉച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ ബാഷ്പീകരണം കൂടുതലാകും. പച്ചക്കറി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം എന്നിവ രാസവസ്തുക്കൾ ചേർന്നിട്ടില്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നതിന് അത് ഏറ്റവും അനുയോജ്യമാണ്. നാലാമതായി, മഴവെള്ള സംരക്ഷണം നിർബന്ധമാക്കണം. മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളം നേരെ ഡ്രെയിനിലേക്ക് ഒഴുകിപ്പോകാതെ റീചാർജ് പിറ്റ്, സോക്ക് പിറ്റ്, മഴവെള്ള സംഭരണ ടാങ്ക് എന്നിവയിലൂടെ പ്രയോജനപ്പെടുത്തണം. ഭൂഗർഭജലം സംരക്ഷിക്കാതെ ഭാവിയിലെ കുടിവെള്ള സുരക്ഷ ഉറപ്പിക്കാനാവില്ല. അതുപോലെ മഴവെള്ള സംഭരണിയിലും ആദ്യ മഴ നേരിട്ട് ടാങ്കിലേക്ക് വിടരുത്. വേനൽക്കാലത്ത് മേൽക്കൂരയിലും പൊടി, ഇല, പക്ഷികളുടെയും ചെറുജീവികളുടെയും വിസർജ്യം എന്നിവ അടിഞ്ഞുകൂടിയിരിക്കും. വെള്ളത്തിന് നിറമോ മണമോ ഇല്ലെങ്കിലും രോഗാണു മലിനീകരണം ഉണ്ടാകാം. ഇതിനാൽ ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം, മേൽക്കൂരയിലും ഗട്ടറും വൃത്തിയാക്കൽ, ഫിൽട്ടർ, അടച്ച ടാങ്ക്, കൊതുക് തടയുന്ന മെഷ് എന്നിവ ഉറപ്പാക്കണം. വെള്ളം പണം കൊടുത്ത് വാങ്ങാവുന്ന ഒരു സാധനം മാത്രമല്ല, പ്രകൃതി അനുവദിച്ചാൽ മാത്രം അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ജലം പാഴാക്കരുത്, ജലം മലിനമാക്കരുത്, മഴവെള്ളം സംരക്ഷിക്കുക, ജലബോധം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുക. കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ MG മനോജ്. ആഗോള മഴപ്പാത്തിയായിട്ടുള്ള മാഡൻ ജൂലിയൻ ഓസിലേഷൻ അഥവാ MJO ഇന്ത്യൻ ഓഷനിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ വ്യാപകമായ തോതിൽ വേനൽമഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പല ജില്ലകളിലും അടുത്ത 5 ദിവസത്തേക്ക് യെല്ലോ അലർട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ ലൈറ്റ് ടു മോഡറേറ്റ് അഥവാ ചെറിയ തോതിലുള്ള മഴ 24 മണിക്കൂറിൽ 1 സെന്റിമീറ്റർ വരെ എന്ന തോതിലുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനർത്ഥം എല്ലാ ജില്ലകളിലും വ്യാപകമായ രീതിയിൽ പൂർണ്ണമായും മഴ പെയ്യുമെന്നുള്ളതല്ല. ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതോ ശക്തിയേറിയായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് അടുത്ത 5 ദിവസത്തേക്ക് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടിന് താൽക്കാലികമായ ഒരു ശമനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണവും മഴയുടെ കുറവും അമിതമായ ജലചൂഷണവുമാണ് നമ്മെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുമ്പോൾ സ്ഥിതി ഇനിയും രൂക്ഷമാകും. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തി ശുദ്ധി ഉറപ്പാക്കുക. കിണർ റീചാർജിംഗ് സംവിധാനങ്ങൾ വീട്ടിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. അനാവശ്യമായി ജലം പാഴാക്കുന്നത് ഒഴിവാക്കുക. കുഴൽക്കിണർ നിർമ്മാണത്തിന് മുമ്പ് ഭൂജല വകുപ്പിന്റെ അനുമതിയും ഉപദേശവും തേടുക. നമ്മുടെ ജീവാമൃതമായ ജലത്തെക്കുറിച്ച് നമുക്ക് കരുതലുള്ളവരായിരിക്കാം.